നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ എല്ലാ മാന്യ കേൾവിക്കാരെയും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പൗലോസ് പറയുമ്പോൾ പൗലോസിന് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അനുഭവജ്ഞാനമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു: ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്ന് പറയുമ്പോൾ അവൻ്റെ സവിശേഷമായ പ്രത്യേകതകളാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആദ്യം ആ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. വിശ്വചരിത്രത്തിൽ മഹാന്മാരായ ധാരാളം ആളുകളുടെ ചരിത്രം നമുക്കറിയാം. അവരുടെ എല്ലാം പേരുകൾ എണ്ണി എണ്ണി പറയുവാൻ ഈ സാഹചര്യത്തിൽ നിർവാഹമില്ല. എന്നാൽ മാനവ ചരിത്രത്തിൽ സമസ്ത ജനകോടികളുടെയും ശ്രദ്ധയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പുരുഷ വിശേഷമുണ്ട്. ആ വ്യക്തി മറ്റാരുമല്ല, കാലചക്രത്തെ BC എന്നും AD എന്നും രണ്ട് തുല്യ കഷങ്ങളായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിൽ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി നീണ്ട് നിവർത്തി നിൽക്കുന്ന ചരിത്ര പുരുഷനായ ക്രിസ്തുയേശുവാണ്. ഈ യേശു ക്രിസ്തു ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പുരുഷനാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തു ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പുരുഷനായിരിക്കുന്നത്? വിശുദ്ധ ബൈബിൾ അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചുള്ള തത്വശാസ്ത്രികൾ അനവധിയാണ്. എന്നാൽ യേശു ക്രിസ്തു ഒരു തത്വശാസ്ത്ര സ്ഥാപനത്തിലും പഠിച്ചിട്ടില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ തത്വജ്ഞാനികളും ഇന്ന് വരെയും അവതരിപ്പിച്ചിട്ടുള്ള സകല തത്വശാസ്ത്രത്തെക്കാളും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ തത്വചിന്തകളെയാണ് യേശു ക്രിസ്തു വിഭാവന ചെയ്തത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ കർത്താവായ യേശു പഠിപ്പിച്ചു. നിന്റെ അയൽക്കാരനെ സ്നേഹിപ്പീൻ യേശു ക്രിസ്തു ഉപദേശിച്ചു. നിന്നോട് ഒരു നാഴിക നേരം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനോട് 2 നാഴിക നേരം പോകുവാനും നിന്റെ വസ്ത്രം ചോദിക്കുന്നവന് പുതപ്പ് കൂടെ വിട്ടുകൊടുക്കുവാനും ഉള്ള തത്വസംഹിത ലോകത്തെ പഠിപ്പിച്ചത് കർത്താവായ യേശുവാണ്. ലോകം ഇന്ന് വരെ ജന്മം കൊടുത്തിട്ടുള്ള എല്ലാ തത്വചിന്തകന്മാരിലും ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനം കർത്താവായ യേശു ക്രിസ്തു അലങ്കരിക്കുന്നു. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഏറ്റവും ബഹുമാന്യനായ പ്രസിഡന്റ്മാരിൽ ഒരാളായിരുന്നു. ഭാരതീയ മതസംഗ്രഹം എന്ന് പറയുന്ന വിഖ്യാതമായ വോളിയൂംസ് എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചിട്ടുള്ള എല്ലാ തത്വചിന്തകന്മാരെക്കാളും യാതൊരു തത്വശാസ്ത്ര പാഠശാലയിലും വിദ്യ അഭ്യസിച്ചില്ല എങ്കിലും ലോകത്തോട് ഏറ്റവും അർത്ഥവത്തായ തത്വചിന്തകളെ ലോകത്തിന് പ്രദാനം ചെയ്ത തത്വചിന്താ കേസരിയാണ് കർത്താവായ യേശു. അവൻ ഒരു വൈദ്യശാസ്ത്രവും പഠിച്ചിട്ടില്ല, ഒരു മെഡിക്കൽ കോളേജിലെ ഗ്രാജുവേറ്റുമല്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് അവൻ്റെ അടുക്കൽ വന്ന നാനാവ്യാധിക്കാരായ ആളുകളെ യേശു ക്രിസ്തു സൗഖ്യമാക്കി എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. എന്നാൽ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിച്ച് വിദ്യാസമ്പന്നരായി ഇറങ്ങിയ എല്ലാ വിദ്യാസമ്പന്നന്മാരായ ആളുകളെക്കാളും അതിശ്രേഷ്ഠനായ ജ്ഞാനിയാണ് കർത്താവായ യേശു. ഈ യേശു ക്രിസ്തു എല്ലാ നിലയിലും മറ്റുള്ള ആളുകളിൽ നിന്ന് നിസ്തുല്യനായി അതുല്യനായി ലോകത്തിൽ നിലകൊള്ളുന്നു. എന്താണ് യേശു ക്രിസ്തു അതുല്യനായി നിലകൊള്ളുവാൻ കാരണം? ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, പാപികളെ കൈക്കൊള്ളുവാൻ പഠിപ്പിച്ച, ജീവിതത്തിൽ സമൂഹത്തിൽ അശരണത്വവും അവശതയും അനുഭവിച്ച ജനതകളുടെ സ്നേഹിതനായി തന്നെത്താൻ സമർപ്പിച്ചേൽപ്പിച്ച, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നറിയപ്പെടുവാൻ ആഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശു. ഈ യേശു ക്രിസ്തു സകല തത്വശാസ്ത്രങ്ങളെക്കാളും ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് സുവിശേഷം പറയുകയാണ്: ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ലോകം ജന്മം കൊടുത്തിട്ടുള്ള രാജമഹാന്മാരിൽ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു ജ്ഞാനിയായ ശലോമോൻ. എന്നാൽ ഇവിടെ ലൂക്കോസ് പറയുകയാണ്: ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അടുത്ത ഭാഗത്ത് വായിക്കുന്നു: ഇവിടെ ഇതാ ദേവാലയത്തിലും വലിയവൻ. യഹൂദന്മാരെ സംബന്ധിച്ച് ലോകത്തിൽ ഏതെങ്കിലും ഒരു ഉന്നതമായ സ്ഥാപനമുണ്ടെങ്കിൽ
അത് അവരുടെ ദേവാലയമാണ്. പങ്കമില്ലാത്ത തങ്കവിളക്കിൻ്റെ പവിത്രശോഭയിൽ അക്കമിട്ടെഴുതി കിട്ടിയ 613 കൽപ്പനകൾ വെച്ചുകൊണ്ട് തേജോമയനായ ദൈവത്തെ ആരാധിക്കുന്ന യഹൂദ മതം പോലെ ഇത്ര ഉത്കൃഷ്ടമായൊരു മതം വിശ്വചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ യഹൂദന് അവൻ്റെ ദേവാലയം ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമായിരുന്നു. യേശു ക്രിസ്തുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ഇതാ ദേവാലയത്തെക്കാൾ വലിയവൻ, ഇവിടെ ഇതാ ശലോമോനേക്കാൾ വലിയവൻ. ഇനി മൂന്നാമത് മറ്റൊരു വാക്കിന് പറയുന്നു, ഇവിടെ ഇതാ യോനായേക്കാൾ വലിയവൻ. യോന എന്ന് പറയുന്ന പ്രവാചകനെ അറിയാത്ത ഒരു ഇസ്രായേലിനും ഇസ്രായേൽ ചരിത്രത്തിലില്ല. നിനവയിലേക്ക് പോകുവാൻ ദൈവകൽപ്പന ലഭിച്ചാറെ ദൈവത്തോട് അനുസരണക്കാണ് കാണിച്ച് തർസൂസിലേക്ക് യാത്ര ചെയ്ത് ദൈവം ഏൽപ്പിച്ച മാനസാന്തരത്തിന്റെ സന്ദേശം നിരവധി ഭാഷയിൽ അറിയിക്കുന്നതെന്ന് പിറകോട്ട് മാറിയ പ്രവാചകൻ, അനുസരണം കെട്ട പ്രവാചകൻ എന്ന് പറയുന്നു. ആ പ്രവാചകൻ അനുസരണക്കേട് കാണിച്ച് യാത്ര ചെയ്യുമ്പോൾ അവന് യാത്ര ചെയ്ത ഷിപ്പിൽ ഒരു വലിയ കൊടുങ്കാറ്റടിക്കുകയും യാത്രികരായ ആളുകൾ അവനെ തൂക്കിയെടുത്ത് കടലിലേക്ക് എറിയുകയും ചെയ്തു. ദൈവം കൽപ്പിച്ചാക്കിയിട്ട് ഒരു മഹാമത്സ്യം അവനെ വിഴുങ്ങി. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും യോന ആയിരിക്കുകയും അവൻ അനുദമിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. യോന 3 ദിവസവും 3 പകലും 3 രാത്രിയും മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നത് നമ്മുടെ കർത്താവായ യേശു 3 രാവും 3 പകലും ഭൂമിക്ക് ഉള്ളിൽ തൻ്റെ മരണത്തിന് ശേഷം ആയിരുന്നതിൻ്റെ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് തൻ്റെ അടുക്കൽ വന്ന പരീക്ഷന്മാരായ ആളുകൾ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും ഇല്ല. യോനാ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ദേവാലയത്തെക്കാൾ വലിയവൻ, ഇവിടെ ഇതാ യോനയേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ ഈ ശലോമോനേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ ലോകം ഇന്ന് വരെ ജന്മം കൊടുത്തുള്ള സകല തത്വചിന്തകന്മാരെക്കാളും വിശ്വഗുരന്മാരെക്കാളും ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനായ ഒരു പുരുഷൻ. എല്ലാ നിലയിലും ക്രിസ്തു നിസ്തുലനായ വ്യക്തി പ്രഭാവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് വിശ്വചരിത്രം ശരിയായ നിലയിൽ ചമയ്ക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ചരിത്രകാരനായ വില്യം റാംസേ, H.G. വെൽസ് മുതലായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. എന്താണ് ഇവൻ്റെ പ്രത്യേകത? ജീവിതത്തിൽ യാതൊരു ആശ്രയമില്ലാതെ, ആശ്വാസവുമില്ലാതെ, സമാധാനമില്ലാതെ അലഞ്ഞ് ഉഴലുന്ന നടക്കുന്ന മാനവരാശിക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും സർവോപരി നിത്യജീവനും നൽകുവാൻ സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് പൊന്തിയോസ് പിലാത്തോസ് നാളിൽ നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി ക്രൂശിന്മേൽ 2 കള്ളന്മാരുടെ മധ്യേ മരിച്ച് അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലതുഭാഗത്ത് ആരൂഢനായിരിക്കുന്ന കർത്താവായ യേശു. ആ യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ അരുമശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എപ്രകാരം സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിനായി നിങ്ങൾ കണ്ടുവോ, അങ്ങനെ തന്നെ ഞാൻ മടങ്ങി വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാനുള്ള സർവ്വ ലക്ഷണങ്ങളും, അതായത് ആകാശത്തിലെ ലക്ഷണങ്ങളും സമുദ്രാന്തർഭാഗത്തെ ലക്ഷണങ്ങളും ഭൂമിയിലെ ലക്ഷണങ്ങളും പ്രകൃതിയിലെ ലക്ഷണങ്ങളും എല്ലാം ഒന്നിച്ചു വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ കർത്താവായ യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി കാലാകാലങ്ങളിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മുഖാന്തരമുള്ള ആത്മരക്ഷ പ്രാപിക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുള്ളത്. സ്നേഹിത, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വരെയും നിങ്ങളുടെ പാപത്തിന് ശാശ്വതമായൊരു പരിഹാരം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിയപ്പെട്ട അവൻ്റെ ചങ്കിലെ ചോരയാൽ നേടി നിങ്ങൾ ആത്മരക്ഷ പ്രാപിച്ചുള്ള ആളല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം നിരർത്ഥകമാണ്. നിരാശയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം. പ്രത്യാശയില്ലാത്തൊരു തുറമുഖത്തേക്കാണ് നിങ്ങളുടെ ജീവിതയാത്ര. ആകയാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാകുന്നു അങ്ങ് ക്രൂശിന്മേൽ മരിച്ചതും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റതും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് വിശ്വാസത്താൽ ഏറ്റുപറയുമെങ്കിൽ ക്രിസ്തു വന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുകയും നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളെ ദൈവ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി തീർക്കുകയും അതോടെ നിങ്ങളുടെ ജീവിതത്തിന് ഭാസുരമായ ഒരു ഭാവി കണ്ടെത്തുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയാൽ നിങ്ങൾക്കത് സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ
നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള്ള. താങ്ക് യു. മുമ്പിൽ ചെങ്കടലാർ തിരച്ചാലെതിരായി പിമ്പിൽ വൻവൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പാതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. കിരീത്തു തോട്ടിലെ വെള്ളം വാറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും. കിരീത്തു തോട്ടിലെ വെള്ളം വാറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും. സാരാഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരാഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പാതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. സ്തോത്രം.